ഒരു സ്ത്രീ അവർ മാനസികമായും ശാരീരികമായും തയ്യാറായിരിക്കുന്നൊരവസ്ഥയിൽ ഗർഭിണിയാകുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് പ്ലാൻഡ് പ്രഗ്നൻസിയാണ് ഉചിതം. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു അവസ്ഥയിൽ അവർ ആ ഗർഭത്തെ വരവേൽക്കുന്നതും ആ ഗർഭം മുന്നോട്ട് പോകുന്നതും ഓരോ നിമിഷവും അവർക്ക് സന്തോഷം നൽകുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ എത്ര ദമ്പതിമാരുണ്ട് പ്ലാൻഡ് പ്രഗ്നൻസിയായി വരുന്നത്? കണക്കുകൾ പ്രകാരം വെറും 30 മുതൽ 50% ദമ്പതികൾ മാത്രമാണ് പ്ലാൻഡ് പ്രഗ്നൻസിയായി വരുന്നവർ. മറ്റൊരു കൂട്ടരാകട്ടെ അബദ്ധവശാൽ ഗർഭിണിയായിപ്പോയി, ഇനി ഇത് തുടരാം എന്ന തീരുമാനത്തിൽ വരുന്നവരുണ്ട്. മറ്റൊരു കൂട്ടർ അബദ്ധവശാൽ ഗർഭിണിയായിപ്പോയി, എന്നാൽ ഈ ഗർഭം ഒരു കാരണവശാലും തുടർന്നു പോകാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ വരുന്നവരുമുണ്ട്. ഇവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം കുറച്ചൊന്നുമല്ല. ഇന്നത്തെ ഈ ലോകത്ത് ഇത്രയധികം ഗർഭനിരോധന മാർഗങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും മാനസിക ശാരീരിക സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നത്? ഗർഭനിരോധത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ, അതോ ഇതിനെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണോ? നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കാം. എന്നാൽ അതിനെ നിസാരവൽക്കരിക്കുന്നതാണെങ്കിൽ അത് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു സ്ത്രീ അവർ മാനസികമായും ശാരീരികമായും തയ്യാറായിരിക്കുന്നൊരവസ്ഥയിൽ ഗർഭിണിയാകുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് പ്ലാൻഡ് പ്രഗ്നൻസിയാണ് ഉചിതം. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു അവസ്ഥയിൽ അവർ ആ ഗർഭത്തെ വരവേൽക്കുന്നതും ആ ഗർഭം മുന്നോട്ട് പോകുന്നതും ഓരോ നിമിഷവും അവർക്ക് സന്തോഷം നൽകുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ എത്ര ദമ്പതിമാരുണ്ട് പ്ലാൻഡ് പ്രഗ്നൻസിയായി വരുന്നത്? കണക്കുകൾ പ്രകാരം വെറും 30 മുതൽ 50% ദമ്പതികൾ മാത്രമാണ് പ്ലാൻഡ് പ്രഗ്നൻസിയായി വരുന്നവർ. മറ്റൊരു കൂട്ടരാകട്ടെ അബദ്ധവശാൽ ഗർഭിണിയായിപ്പോയി, ഇനി ഇത് തുടരാം എന്ന തീരുമാനത്തിൽ വരുന്നവരുണ്ട്. മറ്റൊരു കൂട്ടർ അബദ്ധവശാൽ ഗർഭിണിയായിപ്പോയി, എന്നാൽ ഈ ഗർഭം ഒരു കാരണവശാലും തുടർന്നു പോകാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ വരുന്നവരുമുണ്ട്. ഇവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം കുറച്ചൊന്നുമല്ല. ഇന്നത്തെ ഈ ലോകത്ത് ഇത്രയധികം ഗർഭനിരോധന മാർഗങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഇത്രയും മാനസിക ശാരീരിക സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നത്? ഗർഭനിരോധത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണോ, അതോ ഇതിനെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ടാണോ? നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്.